ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റുള്ള നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് നമ്മളെ നിലനിർത്തുന്നത് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമല്ല, ഐക്യതയും അതോടൊപ്പം തന്നെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമെന്നെ എല്ലാവരുമായിട്ടും ഒരുമിച്ച് കൂടുവാനും നമ്മൾ ഒരുമിച്ച് ഭക്ഷിക്കുവാനും ഒരുമിച്ച് പാടുവാനും ഒരുമിച്ച് സന്തോഷിക്കുവാനും ഒക്കെയുള്ള നല്ല സാഹചര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഓണത്തപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് തുമ്പി തുള്ളുന്ന പരിപാടികൾ എല്ലാവരും കൂടെ പൊതുവായിട്ട് കൂടി വരികയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ജാതീയതയോ അല്ലെങ്കിൽ മത വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ RSSന്റെയും അതുപോലെ തന്നെ VHPയുടെ ഒക്കെ പ്രവർത്തകരായിരിക്കുന്ന ആളുകൾ അവർ ഇതിനെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളെ കാണുകയും വേർതിരിവുകൾ സൃഷ്ടിക്കുകയും ചെയ്യും. നമ്മുടെ ബഹുമാനമുള്ള ശശികല ടീച്ചറും RB ബാബു സാറും പോലുള്ള ഒരുപാട് പേര് ഇപ്പം യങ്സ്റ്റേഴ്സിലും ചില ആളുകളൊക്കെ ആ വിധത്തിൽ ഇതിനെക്കുറിച്ച് ഈ വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം കർക്കശമായിട്ട് പറയുകയും ഒരു മതബോധം എല്ലാവരിലും ഉണ്ടാകണമെന്ന രീതിയിൽ തങ്ങൾ ആരൊക്കെയാണ്, തങ്ങളുടെ ഐഡന്റിറ്റി തങ്ങളുടെ മതവുമായിട്ടും ജാതിയുമായിട്ടൊക്കെ ചേർത്ത് പറയണമെന്നുള്ള രീതിയിലൊക്കെ പല സംഭാഷണങ്ങൾ നടക്കുന്നു. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വ്യാപകമായിട്ട് കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത സമയത്ത് നമുക്കറിയാം, കോട്ടയത്തെ പുതുപ്പള്ളിക്ക് സമീപത്തൊരു നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ, അവരുടെ പാട്ടുകളൊക്കെ നമുക്കൊക്കെ ഒരുപാട് മാനസിക ഉല്ലാസം തരുന്നതാണ്. അവർ അവിടെ പാട്ട് പാടിയ കൂട്ടത്തിലെ ഒരു ക്രിസ്തീയ കീർത്തനം അത് അവർ പറഞ്ഞതുകൊണ്ടാണ് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ വിദ്വാൻ കുട്ടിയച്ചൻ എന്ന് പറയുന്ന യുസ്തോസ് ജോസഫ് എന്ന് പറയുന്ന അന്നത്തെ CMSലെ ഒരു പട്ടക്കാരൻ എഴുതിയ പാട്ടാണ്. അവരൊക്കെ പാടി സന്തോഷിച്ചിട്ടുള്ള മനോഹരമായ ഒരു പാട്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് അവർ പാടുകയും ശാസ്ത്രീയ സംഗീതം പോലെ മനോഹരമായിട്ടൊരു ഭജന കീർത്തനം പോലെ അവർ പാടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭയങ്കരമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശശികല ടീച്ചറും മറ്റുമൊക്കെ രംഗപ്രവേശനം ചെയ്തു. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർ പല മേഖലകളിൽ നിന്ന് അതിൻ്റെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ആയിട്ട് പറയുന്നു. അതൊക്കെ നല്ലതാണ്. അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ വരട്ടെ. കാരണം നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ശരിയും തെറ്റും തിരിച്ചറിയാനായിട്ടുള്ള ഒരു കാര്യവും കൂടെയാണല്ലോ അത്. എന്നാൽ ഇതൊക്കെ ഈ മതത്തിന്റെ അടിസ്ഥാനത്തിലും ജാതിയുടെ അടിസ്ഥാനത്തിലും ഒക്കെ എന്തുകൊണ്ടാണ് മനുഷ്യർ വേർപിരിക്കപ്പെട്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മളെ സനാതന മാർഗത്തെക്കുറിച്ച്, സനാതന ധർമ്മത്തെക്കുറിച്ച് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംസാരിക്കുന്ന നാളുകളാണ് ഈ നാളുകളിലൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് ഭരിക്കുന്നതായിട്ടുള്ള നമ്മുടെ ഭരണാധിപന്മാരൊക്കെ ഒരു പ്രത്യേക മത ആത്മകതയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകണമെന്ന് വീക്ഷിക്കുന്നവരും അതിനുവേണ്ടി ക്രിയാത്മകമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ്. അപ്പം അതിനകത്തുണ്ടാകുന്ന ഒരു പ്രശ്നം മറ്റുള്ളവരെയൊക്കെ അപരവൽക്കരിക്കുന്നതായിട്ടുള്ള, മറ്റുള്ളവരൊക്കെ വേറെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു ധാരണയൊക്കെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുകയും ഒരു ധ്രുവീകരണം, റിലീജിയസ് പോളറൈസേഷനൊക്കെ നമ്മുടെ രാജ്യത്ത് ഭയങ്കരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം മതം വിട്ടിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നു. അവർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളൊക്കെ പറയുന്നു ദൈവമുണ്ടെന്ന്, ദൈവമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പല മതങ്ങൾ, ഏത് മതമാണ് ശരി, മതം മനുഷ്യനെ ഏത് തരത്തിലാണ് രക്ഷിക്കുന്നത്, ഇത്യാദി ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ വരുമ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. കാരണം ഈ ചോദ്യങ്ങൾ ഫിലോസഫിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെ ഫിലോസഫിക്കലും അതേപോലെ തന്നെ ശരിയായ വിധത്തിൽ തിയോളജിക്കലായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് വിവിധ മതങ്ങൾ, എന്തുകൊണ്ട് മനുഷ്യർ തമ്മിൽ കലഹിക്കുന്നു, എന്തുകൊണ്ട് മനുഷ്യർ തമ്മിൽ അകന്നിരിക്കുന്നു, ഇതിൻ്റെ അടിസ്ഥാന കാരണത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് മനുഷ്യന്റെ വീഴ്ചയും പാപത്തിന്റെ ദൈവശാസ്ത്രവും എന്ന് പറയുന്ന പഠനം. ഹെർമറ്റോളജി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഹെർമറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് സംഭവിച്ചതായിട്ടുള്ള വീഴ്ച, പാപത്തിന്റെ പരിണതഫലമായിട്ടുണ്ടായ അകൽച്ചകളാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ അതിൻ്റെ മുഖവുരിയായിട്ട് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലെ പാപത്തിന്റെ സിദ്ധാന്തം ഒരു ഉപവിഷയം മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ യഥാർത്ഥ ആത്മീയ അവസ്ഥയെ വെളിപ്പെടുത്തുന്ന ഒരു കേന്ദ്ര സത്യമാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ സ്വരൂപത്തിലും മഹത്വത്തോടെ ആയിരുന്നുവെങ്കിലും അവന്റെ ഇന്നത്തെ അവസ്ഥ ആ മഹത്വത്തിന്റെ പൂർണ്ണ പ്രതിഫലമല്ലെന്ന് തിരുവെഴുത്ത് വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ സ്വാഭാവികമായിട്ട് നല്ലവനാണെന്നും ശരിയായ സാഹചര്യങ്ങൾ ലഭിച്ചാൽ അവൻ സ്വയം ഉയരാൻ കഴിയുമെന്നും പറയുന്ന മനുഷ്യ കേന്ദ്ര ചിന്തകൾക്ക് വിരുദ്ധമായിട്ട് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന മനുഷ്യന്റെ ഉള്ളിലെ
ആഴത്തിലുള്ള ആത്മീയ തകർച്ചയെ വെളിപ്പെടുത്തുന്നതാണ്. അതിനാൽ പാപത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണയില്ലാതെ രക്ഷയെക്കുറിച്ചുള്ള ശരിയായ ധാരണ നമുക്ക് സാധ്യമല്ല. ഹെർമറ്റോളജി എന്ന പദം ഗ്രീക്ക് ഹമാർഷ്യ എന്ന പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന അർത്ഥം എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റുക, വീണ് കിടക്കുക, ഉന്നം പിഴയ്ക്കുക എന്നൊക്കെയാണ്. എന്നാൽ ബൈബിളിലെ ഉപയോഗത്തിൽ ഇതൊരു നൈതിക തെറ്റിലേക്ക് മാത്രം ചുരുങ്ങുന്നില്ല, ഒരു മോറൽ തെറ്റിലേക്ക് മാത്രം ഇത് ചുരുങ്ങുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ സ്വഭാവത്തിനെതിരായ അവസ്ഥയായിട്ട് വികസിക്കുന്നു. മനുഷ്യൻ ചെയ്ത ചില തെറ്റുകളേക്കാൾ കൂടുതലായി പാപം മനുഷ്യൻ്റെ ഉള്ളിലെ ദിശാമാറ്റമാണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ ശത്രുവായിരിക്കുന്ന പിശാചിൻ്റെ അടിമയായി എന്നുള്ളതാണ്. അതായത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് സ്വയം കേന്ദ്രീകൃതത്തിലേക്ക് തിരിഞ്ഞ അവസ്ഥയാണ് പാപം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ വീഴ്ചയുടെ ചരിത്രം, ആദ്യ പാപത്തിന്റെ സിദ്ധാന്തം, മനുഷ്യ സ്വഭാവത്തിന്റെ തകർച്ച, കൃപയുടെ ആവശ്യകത എന്നിവ ആഴത്തിൽ നമ്മൾ പരിശോധിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വീഴ്ചയുടെ ബൈബിൾ വിവരണം, ദ ബിബ്ലിക്കൽ അക്കൗണ്ട് ഓഫ് ദ ഫോൾ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ആത്മീയ സംഭവത്തെ രേഖപ്പെടുത്തുന്ന ഒന്നാണ്. ആദമും ഹവ്വയും ചെയ്ത പ്രവൃത്തി ഒരു സാധാരണ കൽപ്പന ലംഘനം മാത്രം അല്ലായിരുന്നു. ഇവിടെ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ആപ്പിൾ കഴിച്ചതുകൊണ്ട് ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് മനുഷ്യൻ പോകുമോ എന്ന് ചോദിച്ചാൽ ആപ്പിൾ കഴിച്ചു എന്നുള്ള അല്ല. അതാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത്. ആപ്പിൾ കഴിച്ച അല്ല പ്രശ്നം, മറിച്ച് അതൊരു ലംഘനം, കംപ്ലീറ്റ് ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിക്കുകയും ദൈവത്തിൽ നിന്ന് പിശാചിലേക്കുള്ളൊരു മാനസാന്തരം കൂടെയായിരുന്നു. അത് ദൈവത്തോടുള്ള വിശ്വാസ ബന്ധത്തിൻ്റെ തകർച്ചയായിട്ട് പരിണമിച്ചു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ ശത്രുവായ പിശാച് സർപ്പരൂപത്തിൽ വന്ന് ആദ്യം ദൈവവചനത്തെ തന്നെ ചോദ്യം ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. എന്താ ചോദിച്ചത്? അവരോട് ചോദിച്ചത്, ദൈവം ശരിക്കും ഇങ്ങനെ പറഞ്ഞുവോ? ആ ഒരു ചോദ്യത്തിലൂടെ ദൈവത്തിന്റെ സത്യസന്ധതയെ സംശയത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ പ്രലോഭനത്തിന്റെ ആഴം പുറത്തുള്ള ഫലത്തിലല്ല, മനുഷ്യന്റെ ഹൃദയത്തിലാണ് സംഭവിച്ചത്. മനുഷ്യൻ ദൈവത്തെ വിശ്വസിക്കുമോ അല്ലെങ്കിൽ സ്വയം നിർണയിക്കുമോ എന്ന നിർണായക നിമിഷമായിരുന്നു ആ ചോദ്യത്തിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഹവ്വായുടെ പ്രതികരണവും ആദമിന്റെ നിശബ്ദ പങ്കാളിത്തവും വീഴ്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ ദൈവത്തിന്റെ പരിധികൾ ലംഘിച്ച് നന്മയും തിന്മയും സ്വയം നിർവചിക്കുവാനുള്ള അവകാശം കൈക്കലാക്കാൻ ശ്രമിച്ചു. ഇവിടെ പാപത്തിന്റെ അടിസ്ഥാനം അനുസരണക്കേടിൽ മാത്രമല്ല, സ്വയം ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് വീഴ്ച ഒരു വ്യക്തിപരമായ തെറ്റല്ലാതെ മുഴുവൻ മനുഷ്യരാശിയുടെയും ആത്മീയ ദുരന്തമായിട്ട് മാറിയത്. അത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതൊരു വ്യക്തിയുടെ ചോയ്സ് മാത്രമല്ല, ഒരു മനുഷ്യവർഗത്തിന്റെ, സമ്പൂർണ്ണ മനുഷ്യവർഗത്തിന്റെ ഒരു ചോയ്സ് ആയിട്ടാണത് മാറിയിരിക്കുന്നത്. അടുത്തതായിട്ട് പാപത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ ഓഫ് സിൻ എന്ന് പറയുന്നത് എന്താണ്? പാപത്തെ പലപ്പോഴും ഒരു തെറ്റായ പ്രവൃത്തിയായിട്ട് മാത്രമാണ് നമ്മളൊക്കെ കാണാറുള്ളത്. എന്നാൽ വിശുദ്ധ ബൈബിളിൻ പ്രകാരം പാപം പ്രവൃത്തിക്ക് മുമ്പുള്ള ഒരു അന്തർസ്ഥിതിയാണ്, നമ്മുടെ ആന്തരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഒരു സ്ഥിതിയാണ്. മനുഷ്യൻ ചിലപ്പോൾ പാപം ചെയ്യുന്നവനല്ല, അവൻ പാപ സ്വഭാവം ബാധിച്ചവനാണ്. ചില സമയത്ത് മാത്രം അവൻ പാപം ചെയ്യുന്നവനായിട്ടുള്ള ഒരു വ്യക്തിയല്ല, മറിച്ച് പാപ സ്വഭാവം അവനെ ത്രസിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വ്യത്യാസം വളരെ നിർണായകമാണ്. ഇവിടെയാണ് സനാതന ധർമ്മത്തിൻ്റെയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത്. ഈ അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ജനിക്കുമ്പോൾ പാപിയാണോ, അവൻ നിഷ്കളങ്കനാണോ എന്നൊക്കെ പഠിപ്പിക്കുന്ന തിയോളജികളൊക്കെ ഉണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് മനുഷ്യൻ അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലാണ് കാണുന്നത്, പാപത്തിന്റെ ശമ്പളമായിട്ടുള്ള മരണം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ തേജസ് സ്വരൂപം മനുഷ്യനിൽ നിന്ന് എന്നേക്കുമായിട്ട് അന്യമായി പോയതിന്റെ പരിണിത ഫലമാണ് അവനെ ത്രസിച്ചിരിക്കുന്ന അവന്റെ സ്വഭാവത്തെ പോലും അവന്റെ ജീവിതത്തെ മുഴുവനായിട്ട് മൂടിയിരിക്കുന്നതായിട്ടുള്ള പാപം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടാണ്. മറ്റെല്ലാ ദൈവശാസ്ത്ര ചിന്താഗതി, മത ദൈവശാസ്ത്ര ചിന്താഗതികളിൽ നിന്നും ക്രിസ്തീയ ദൈവശാസ്ത്രത്തെ മാറ്റി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണിത്. കാരണം ഇത് മനുഷ്യന്റെ പ്രശ്നം പുറം ഭാഗത്തല്ല, പുറമേ ഉള്ളതല്ല,
ഉള്ളിലാണെന്ന് കാണിക്കുന്നു. നമ്മുടെ അന്തരാത്മാവിലാണ് ആ പാപത്തിന്റെ ശക്തി കിടക്കുന്നത്. ദൈവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് മാറിയ മനസ്സ്, ഇച്ഛ, വികാരം, ആത്മീയ ബോധം എല്ലാം പാപം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? മനുഷ്യന്റെ മനസ്സ്, ഇച്ഛ, അവന്റെ വികാരങ്ങൾ, അവന്റെ ആത്മീയ ബോധങ്ങള്, ഇതെല്ലാം തന്നെ പാപത്താൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ഹീബ്രു വാക്യത്തിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഹറ്റ എന്ന ഒരു പദമാണ്. അതിന്റെ അർത്ഥം ഹറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം തെറ്റിപ്പോവുക എന്നുള്ളതാണ്. ഗ്രീക്കിൽ അതിനെ ഹമാർട്യ എന്ന പദവും അതേ ആശയവുമാണ് നൽകുന്നത്. എന്നാൽ ദൈവശാസ്ത്രപരമായിട്ട് പാപം ഒരു നിയമലംഘനത്തെക്കാൾ കൂടുതലാണ്. അത് ദൈവത്തിനെതിരായ ഒരു കലാപമാണ്, ഒരു ഇൻകുലാബാണ്, അല്ലെങ്കിൽ ദൈവത്തിനെതിരെയുള്ള ഒരു മത്സരമാണ്. മനുഷ്യൻ ദൈവത്തെ ഒഴിവാക്കി തൻ്റെ ജീവിതത്തിന്റെ കേന്ദ്രമായി മാറുന്ന അവസ്ഥയാണ് പാപം എന്ന് പറയുന്നത്. അതിനാൽ പാപം തെറ്റായ പ്രവൃത്തികളുടെ ഒരു പട്ടികയല്ല. കള്ളു കുടിക്കുക, ബീഡി വലിക്കുക, ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ മോഷ്ടിക്കുക, ഇങ്ങനെയുള്ള അതിൻ്റെ ഒരു പട്ടികയല്ല പാപം എന്ന് പറയുന്നത്. ഇതെല്ലാം എന്തുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനിൽ വസിക്കുന്നതായിട്ടുള്ള, അവനിൽ നിലനിൽക്കുന്നതായിട്ടുള്ള അവൻ്റെ ഉള്ളിലുള്ള ഒരു തത്വം, അവൻ്റെ പ്രമാണം, അവൻ്റെ ഉള്ളിലെ പ്രമാണം പാപമായതുകൊണ്ടാണ്, പാപപ്രമാണത്തിന് ഉൾപ്പെട്ടവനായതുകൊണ്ടാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് സ്വയം വേർതിരിക്കപ്പെട്ട ആത്മീക അവസ്ഥയ്ക്കാണ് ഈ ഒരു പാപം എന്ന് നമ്മളെ വിളിക്കുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വയം വേർതിരിക്കപ്പെട്ട ഒരു ആത്മീയ അവസ്ഥ. ഏതിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. പിന്നെ അടുത്തായിട്ട് ഒറിജിനൽ സിൻ അല്ലെങ്കിൽ ആദ്യ പാപം. ഒറിജിനൽ സിൻ എന്ന സിദ്ധാന്തം മനുഷ്യൻ പാപത്തിൽ എങ്ങനെ പൊതുവായി പങ്കാളിയാകുന്നു എന്നതിനെ വിശദീകരിക്കുകയാണ്. ക്രിസ്തീയ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് ആദമിന്റെ പാപം അത് വ്യക്തിപരമായിട്ട് ഒതുങ്ങിയിട്ടില്ല എന്നതാണ്. അവൻ മനുഷ്യരാശിയുടെ പ്രതിനിധിയായതിനാൽ അവന്റെ വീഴ്ച അവന്റെ സന്തതിയിലും സ്വാധീനം ചെലുത്തി. വിശുദ്ധ ബൈബിളിൽ റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഇതിനെ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഇവിടെ ആദം ഒരു വ്യക്തി മാത്രമല്ല, മനുഷ്യരാശിയുടെ തലവനാണ്. ഈ സിദ്ധാന്തം 2 ഭാഗങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത് ഇൻഹെറിറ്റഡ് ഗിൽറ്റ്, അല്ലെങ്കിൽ ആദമിന്റെ കുറ്റത്തിന്റെ പ്രതിഫലം മനുഷ്യരാശി മുഴുവനായിട്ട് വഹിക്കപ്പെടേണ്ടി വരുന്നത്. രണ്ടാമത്തേത് ഇൻഹെറിറ്റഡ് കറപ്ഷൻ, മനുഷ്യന്റെ സ്വഭാവം തന്നെ പാപത്താൽ ദൂഷിതമായി. ആ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇൻഹെറിറ്റഡ് ഗിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ട് ആ കുറ്റം അവന്റെ ഉള്ളിൽ കിടക്കുകയാണ്. രണ്ടാമതായിട്ട് പാപത്തിന്റെ ആ സ്വഭാവം, മനുഷ്യന്റെ സ്വഭാവം തന്നെ പാപത്താൽ ദൂഷിതമായി എന്നുള്ളതാണ്. അതിനാൽ മനുഷ്യൻ പാപം ചെയ്യുന്നതിനാൽ പാപിയല്ല, അവൻ പാപ സ്വഭാവം ഉള്ളതിനാൽ പാപം ചെയ്യുന്നു. ഇവിടെയാണ് മറ്റുള്ള ദൈവശാസ്ത്രങ്ങളുമായിട്ട് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ വലിയ ഒരു അടിസ്ഥാനപരമായ മാറ്റം തന്നെ, അല്ലെങ്കിൽ വ്യത്യാസം തന്നെ. എന്താണത്? അതായത് ഒരു മനുഷ്യൻ പാപം ചെയ്തിട്ടല്ല പാപിയാകുന്നത്, മറിച്ച് അവനിൽ പാപം കിടക്കുന്നത് കൊണ്ട്. ആദ്യമ മനുഷ്യൻ പാപം ചെയ്തു, തൽഫലമായിട്ട് ആ പാപം എല്ലാവരിലേക്കും വന്നു. ആ പാപം എല്ലാവരിലും കിടക്കുന്നതുകൊണ്ട് പിന്നീട് മനുഷ്യൻ ചെയ്യുന്ന പാപമൊക്കെ ആ പാപം അവനിൽ ഉൾക്കൊണ്ട് കിടക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു കൊച്ചുകുഞ്ഞിനോട് നമ്മൾ വിളക്കൽ തൊടരുത്, അല്ലെങ്കിൽ കത്തിയിരിക്കുന്ന വിറകുള്ളി പിടിക്കരുതെന്ന് പറഞ്ഞാൽ, കത്തി എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അത് അനുസരണക്കേട് കാണിക്കുന്നു. കാരണം എന്താണ്? ആ കുഞ്ഞിലെ പാപത്തിന്റെ സ്വഭാവം കിടപ്പുണ്ട്, പാപം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ കിടപ്പുണ്ട്. അപ്പൊ ഈ ആശയം രക്ഷയുടെ ആവശ്യകതയെ കൂടുതലായിട്ട് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. നമ്മളിൽ പാപമുണ്ടെങ്കിൽ ഈ പാപവും പേറിക്കൊണ്ട് നമുക്ക് വിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്താനോ ദൈവ ഉന്മുഖത്തു നിന്നുള്ള നന്മ അനുഭവിക്കാനോ കഴിയുകയില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. കാരണം എന്താണ്? സ്വർഗത്തിൽ പാപമില്ല, സ്വർഗത്തിൽ തിന്മയില്ല. അപ്പൊ പാപ സ്വഭാവമായിട്ടും പാപ അവസ്ഥയുമായിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എന്ത് വേണം? ഈ പാപത്തിനൊരു പരിഹാരം വരുത്തണം. ഈ പരിഹാരം വരുത്താൻ ആർക്കേ കഴിയുള്ളൂ? പാപമില്ലാത്തൊരു വ്യക്തിക്കേ കഴിയുള്ളൂ. അപ്പൊ പിന്നെ ഈ പാപ സ്വഭാവമുള്ള മനുഷ്യനെ രക്ഷിക്കാൻ പാപം ഇല്ലാത്തവനായ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് വരും. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഭൂതലത്തിലേക്ക്, മനുഷ്യന്റെ അടുക്കിലേക്കുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള പ്രയാണത്തെ നമ്മൾ അവതാരം, യേശുവിന്റെ അവതാരം എന്ന് വിളിക്കുന്നത്. ആ അവതാരം എന്ന് പറയുന്നത് കൂടെ ചെയ്യപ്പെടുന്ന ഒരു അവതാരമല്ല, എന്നേക്കുമായിട്ടുള്ളതും ഒരിക്കലായിട്ടുള്ള അവതാരമാണ്.
നമുക്കറിയാവുന്ന പോലെ വേദങ്ങളിലൊക്കെ പറയുന്ന ദശാവതാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലെയുള്ള അവതാരങ്ങളല്ല, മറിച്ച് എന്നേക്കുമായിട്ടും ഒരിക്കലായിട്ടും സംഭവിച്ച അവതാരത്തെക്കുറിച്ചാണ് അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നത്. നമ്മുടെ സ്വഭാവത്തിലുള്ള ഈ പാപ പ്രശ്നത്തെ പരിഹരിക്കാൻ തക്കവണ്ണം പാപമില്ലാത്തവന്റെ പ്രത്യക്ഷത ആവശ്യമാണ്. അതുകൊണ്ടാണ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോസും അതേപോലെ തന്നെ പാൽഗീസും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാനിടയാത്. സഭാചരിത്രത്തിൽ പാപത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം അഗസ്റ്റിൻ ഓഫ് ഹിപ്പോയും അതേപോലെ തന്നെ പെലാഗിയോസും തമ്മിലുണ്ടായതാണ്. പെലാഗിയോസ് മനുഷ്യന്റെ നൈതിക ശേഷിയിൽ വലിയ വിശ്വാസം വെച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആദമിന്റെ പാപം മറ്റുള്ളവരെ ബാധിച്ചില്ല എന്നുള്ളതാണ്. ഓരോ വ്യക്തിയും ആദാമിനെ പോലെ ഒരു നൈതിക തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥയിൽ ജനിക്കുന്നു. അതിനാൽ മനുഷ്യന് ദൈവകൃപയുടെ നിർണായക സഹായം കൂടാതെ പോലും നീതിയായി ജീവിക്കാൻ കഴിയും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അതിന് വിപരീതമായിട്ട് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മനുഷ്യന്റെ പൂർണ്ണ ആശ്രയത്വത്തെ ദൈവകൃപയിൽ ഉറപ്പിച്ചു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ ഇച്ഛാശക്തി പാപത്താൽ തകർന്നിരിക്കുന്നു. മനുഷ്യനെ തെരഞ്ഞെടുക്കുവാനുള്ള കഴിവ് ഇപ്പോഴും ഉണ്ടെങ്കിലും ദൈവത്തിലേക്ക് തിരിയാനുള്ള ആത്മീയ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ, ഈ വാദത്തെ ഊന്നിക്കൊണ്ട് ഞാൻ പറയുമ്പോൾ, നമുക്കറിയാം ഈ സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തു വിശ്വാസത്തെ പരിഹസിക്കുന്ന ശശികല ടീച്ചറെ, RB ബാബു, TG മോഹൻദാസ് സാർ പോലുള്ള ആളുകളൊക്കെ, നിങ്ങളൊക്കെ ഉന്നതന്മാരാണ്, നിങ്ങൾക്ക് ഒരുപാട് തത്വചിന്തകളൊക്കെ അറിയാം, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ദൈവത്തെങ്കിലേക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ മനം തിരിഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോഴും മതത്തിലാണ് എന്തൊക്കെ ആശ്രയം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. വേദങ്ങളിലൂടെ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താമെന്ന് പറഞ്ഞാലും നിങ്ങൾ വേദം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല, മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ വീഴ്ചയ്ക്ക് പരിഹാരം വരുത്തുന്ന രക്ഷയെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഈ വിവാദം രക്ഷയുടെ സിദ്ധാന്തത്തെ തന്നെ കൃത്യമായിട്ട് ബാധിച്ചിട്ടുള്ളത് കൊണ്ട് വളരെ കൃത്യമായിട്ട് പെലഗിയോസിന്റെ നിലപാടിനെ ക്രിസ്തീയ സഭ തള്ളിക്കളഞ്ഞുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ആശയങ്ങൾ തള്ളിക്കളയുകയാണ്. അതോടെ ഒറിജിനൽ സിൻ എന്ന ആശയം ക്രിസ്തീയ വിശ്വാസത്തിലെ ഒരു അടിസ്ഥാന സിദ്ധാന്തമായിട്ട് ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്തായിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ദുരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ നവീകരണ കാലത്ത്, പ്രത്യേകിച്ച് ജോൺ കാൽവിന്റെ ഒക്കെ രചനകളിൽ ഈ ടോട്ടൽ ഡിപ്രേവിറ്റി എന്ന ആശയം കൂടുതൽ വ്യക്തമായിട്ട് രൂപപ്പെടുവാൻ ഇടയായി. ഈ ഒരു സിദ്ധാന്തത്തെ സംബന്ധിച്ച് മനുഷ്യൻ ഏറ്റവും ദുഷ്ടതയാർന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവനാണെന്ന് പറയുന്നില്ല, മറിച്ച് മനുഷ്യന്റെ സ്വഭാവത്തിന്റെ എല്ലാ മേഖലകളിലും ബുദ്ധി, മനസ്സ്, വികാരം, ഇച്ഛ ഇവയെല്ലാം തന്നെ പാപത്താൽ ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം മനുഷ്യന്റെ ഉള്ളിൽ പാപം ഒരു ഭാഗത്തെ മാത്രം ബാധിച്ച രോഗമല്ല, അത് സമഗ്രമായ ആത്മീക തകർച്ചയാണ്. ഇതാണ് വിശുദ്ധ ബൈബിളിലെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർ. ആ വാക്ക് വളരെ ശക്തമായിട്ടുള്ള വാക്കല്ലേ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നാം ഓരോരുത്തരും ദൈവത്തിന്റെ തേജസ്സും സ്വരൂപവും നഷ്ടമാക്കിയതിന്റെ ഫലമായിട്ട് നമ്മൾ പാപത്തിൽ മരിച്ചു കിടക്കുകയാണ്. പാപത്തിന് മരിച്ചവരല്ല, പാപത്തിൽ മരിച്ചവരാണ്. എന്നാൽ രക്ഷിതാവ് നമ്മളെ രക്ഷിക്കാൻ തക്കവണ്ണം ചെയ്ത ആ രക്ഷണ്യ പ്രവർത്തനത്തെ ഹൃദയപൂർവ്വം വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ, ആ രക്ഷിതാവ് യേശു ക്രിസ്തുവാണ്, ക്രൂശിൽ കൂടെ മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന രക്ഷയെ സ്വീകരിച്ച് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ പാപത്തിന് മരിച്ചവരായി മാറും. പാപത്തിൽ മരിച്ച നമ്മൾ പാപത്തിന് മരിച്ചവരായിത്തീരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപത്തിന്റെ അവസ്ഥയിലല്ല ജീവിക്കുന്നത്, അതിക്രമങ്ങളിലും പാപങ്ങളിൽ നിന്നും വിമോചിതരായിത്തീരുകയാണ്. അതാണ് ആത്മീയമായി മരിച്ചവന് പുറത്തു നിന്ന് ജീവൻ നൽകപ്പെടുന്നതുകൊണ്ട് അവന് ഉയരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്, പാപത്തോട് നോ എന്ന് പറയാൻ തക്കവണ്ണം ഇടയാന്ന്. അതിനാൽ രക്ഷ മനുഷ്യന്റെ സഹകരണം മാത്രമല്ല, ദൈവത്തിന്റെ ജീവൻ പകരുന്ന കൃപയാണ്. അതിന് മനുഷ്യനൊരു സഹകരണം ആവശ്യമാണ്. എന്താ സഹകരണം? ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ശശികല ടീച്ചർ ആയിരുന്നാലും, RB ബാബു സാർ ആയിരുന്നാലും, TG മോഹൻ സാർ ആയിരുന്നാലും, ആരായിരുന്നാലും ഒറ്റ കാര്യമേ നമ്മൾ ചെയ്യേണ്ടിയുള്ളൂ. ദൈവത്തിലേക്കൊന്ന് മനം തിരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ നിന്റെ കൃപയല്ലാതെ എനിക്ക് മറ്റ് ശരണമില്ല, അങ്ങാണ് എൻ്റെ സകലവും, അങ്ങാണ് എൻ്റെ ശരണം എന്ന് നമ്മൾ, കർത്താവല്ലാതൊരു ശരണമില്ല എന്ന് നമ്മൾ എപ്പോൾ ഹൃദയപൂർവ്വം വിശ്വസിച്ച് സമർപ്പിക്കുന്നുവോ
ആ നിമിഷത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലെ, നമ്മുടെ ജീവിതങ്ങളിലെ ആ പാപത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയും ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ നിറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ ടോട്ടൽ ഡിപ്രൈവിറ്റി മനുഷ്യനെ നിരാശയിലാക്കാൻ വേണ്ടിയല്ല, ദൈവകൃപയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ടോട്ടൽ ഡിപ്രൈവിറ്റി അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ തകർച്ച, സമ്പൂർണമായിട്ടുള്ള മനുഷ്യന്റെ വീഴ്ച എന്ന് പറയുന്നത് നമ്മളെ കണ്ടം ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം ഇത് പഠിപ്പിക്കുന്നത്, പറഞ്ഞു തന്നിരിക്കുന്നതിൻ്റെ വചനത്തിൽ കൂടെ. മറിച്ച് ദൈവത്തിൻ്റെ കൃപ, അതിൻ്റെ മേലെ എത്ര വലുതാണ്, ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ മഹത്വവും മനുഷ്യൻ എത്രമാത്രം അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് പാപത്തിൻ്റെ ഫലങ്ങൾ, കോൺസിക്വൻസസ് ഓഫ് സിൻ, അതെന്താണെന്നൊക്കെ നോക്കാം. പാപം മനുഷ്യന്റെ ദൈവബന്ധം തകർത്തതോടെ അതിൻ്റെ ഫലങ്ങൾ എല്ലാ തലങ്ങളിലും പ്രകടമായിട്ടുണ്ട്. ഞാൻ അതാണ് ആരംഭത്തിൽ തന്നെ പറഞ്ഞത്. ആദ്യം സംഭവിച്ചത് ആത്മീയ മരണമായിരുന്നു. ആദമും ഹവ്വയും ഉടൻ ശാരീരികമായി മരിച്ചില്ലെങ്കിലും അവർ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വേർപെട്ടുപോയി. അവരുടെ ആദ്യ പ്രതികരണം തന്നെ മറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഒളിച്ചിരിക്കുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാതെ ഇതിലൂടെ പാപം ദൈവത്തിൽ നിന്ന് അകലം സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അവൻ എങ്ങനെയെങ്കിലും മറഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുകയും ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി മതത്തെ കൂട്ടുപിടിക്കുകയും ചെയ്യും. അതിന് നമ്മൾ സനാതന ധർമ്മമെന്നോ മറ്റെന്തെല്ലാം പേരിട്ടാലും ശരി, അതെല്ലാം തന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന മാർഗങ്ങളാണ്. ശശികല ടീച്ചറെ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, അങ്ങേക്ക് ദൈവത്തെ അന്വേഷിച്ച് എവിടെ പോയാലും കാണാൻ കഴിയുകയില്ല. കാരണം ദൈവം കളവ് പോയിട്ടില്ല, ദൈവം മോഷണം പോയിട്ടില്ല, ദൈവം എവിടെയെങ്കിലും വീണ് കിടക്കുന്നവനുമല്ല. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താമെന്നുള്ള താങ്കളുടെ ആ ഒരു വ്യർത്ഥമായ പരിശ്രമം അത് വിഫലമായി തീരും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മളെ അന്വേഷിച്ചു വന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കണ്ടെത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ടീച്ചറെ. മാർഗമുള്ളൂ ടീച്ചർക്ക് മോക്ഷം കിട്ടണമെങ്കിൽ, രക്ഷ കിട്ടണമെങ്കിൽ. ഇത് സ്നേഹമുള്ളതുകൊണ്ട് പറയുകയാണ്. ടീച്ചർ എന്തെല്ലാം അപഖ്യാതികൾ പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു വിരോധവും ഇല്ല, സ്നേഹമേ ഉള്ളൂ. അങ്ങ് പാലക്കാടൻ ഭാഷയിൽ എത്ര വളരെ മനോഹരമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് ടീച്ചറുടെ പ്രഭാഷണമൊക്കെ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണല്ലോ ഈ മറുപടിയൊക്കെ തരേണ്ടി വരുന്നത്. അപ്പോൾ ടീച്ചർ പറയുന്ന പല കാര്യങ്ങളും അബദ്ധജടിലമാണ്. അതുകൊണ്ട് അങ്ങ് ദൈവത്തെ അന്വേഷിച്ച് എവിടെല്ലാം പോയാലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്നാണ് സത്യവാനായ ദൈവത്തിൻ്റെ സത്യവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. അതോടൊപ്പം മനുഷ്യന്റെ ഉള്ളിൽ ലജ്ജയും കുറ്റബോധവും പ്രവേശിച്ചു. ഈ ലജ്ജയും കുറ്റബോധമൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ മറ്റുള്ളവരെ മത നിന്നയൊക്കെ നടത്തിക്കൊണ്ട് ഒരു പ്രയോജനമില്ല ടീച്ചറെ. കൂടുതൽ ടീച്ചറുടെ ആ പാപത്തിൻ്റെ ഡിപ്രവിറ്റി വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മുമ്പ് നിരപരാധിയായിരുന്ന മനുഷ്യൻ ഇപ്പോൾ സ്വയം മറയ്ക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ആദിമ മനുഷ്യനായിരിക്കുന്ന ആദം ഹവ്വ ദമ്പതികളുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ശാരീരിക മരണവും സൃഷ്ടിയുടെ ശാപവും മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഭൂമി പോലും, ഈ പ്രപഞ്ചം പോലും മനുഷ്യന്റെ വീഴ്ചയുടെ ഫലത്തിൽ ബാധിക്കപ്പെട്ടു എന്ന് വിശുദ്ധ ബൈബിൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. സൃഷ്ടി മുഴുവനും അതിൻ്റെ മോചനത്തിൽ നിന്ന്, മനുഷ്യന്റെ ഈ വീഴ്ചയുടെ മോചനത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം പാപം വ്യക്തിയെ മാത്രമല്ല, മനുഷ്യ സൃഷ്ടിയെ ഒന്നടങ്കം ബാധിച്ചതുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടിയെ മുഴുവനായിട്ടും അത് ബാധിച്ചു. കാരണം എന്താണ്? മനുഷ്യൻ അത്ര വിലപ്പെട്ടവനാണ്. സർവ്വലോകത്തെക്കാളും വിലയേറിയവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നീ മനുഷ്യനെ ഓർക്കുവാൻ അവനെന്ത്, മനുഷ്യപുത്രന്മാരെ ഓർക്കേണ്ടതിന് അവനെന്ത് മാത്രം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം മനുഷ്യർ എല്ലാവരും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നവരാണ്. ശശികല ടീച്ചറും ടി ജി മോഹൻദാസ് സാറും അതുപോലെ ആർ ബി വാവു സാറും തമ്പി സാറും അങ്ങനെ ആരൊക്കെ ഉണ്ടോ ക്രിസ്ത്യ വിശ്വാസത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന RC ആയിരുന്നാലും ആരൊക്കെ ആയിരുന്നാലും, നിരീശ്വരവാദികളോ ഒക്കെ ആയിക്കോട്ടെ, സനലിടമാർഗമോ ഒക്കെ ആയിക്കോട്ടെ, നിങ്ങളെല്ലാം ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് പാപമാണ്. ഈ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നിങ്ങളുടെ ഒരു ശ്രേഷ്ഠമായ ചിന്തകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ സാധ്യമല്ല. കാരണം അത് ബാധിച്ചിരിക്കുന്നത് നമ്മുടെ അന്തരാത്മാവിലും, നമ്മുടെ എല്ലാ ഫാക്കൽറ്റി, ദ ഹോൾ ബീയിങ് ഈസ് അഫക്റ്റഡ് വിത്ത് സിൻ. അതുകൊണ്ട് അതിന് പരിഹാരം വരുത്തണമെങ്കിൽ somebody has to come from outside of our life. നമ്മുടെ ജീവിതത്തിന്റെ പുറമേ നിന്ന് ഒരാൾ വരണം. അങ്ങനെ വന്നവനാണ് യേശു ക്രിസ്തു. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, പാപത്തിന്റെ ദൈവശാസ്ത്രം മനുഷ്യന്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ചുള്ള
ഏറ്റവും യാഥാർത്ഥ്യപരമായിട്ടുള്ള വിവരണമാണ്. മനുഷ്യന്റെ പ്രശ്നം വെറും വിദ്യാഭ്യാസക്കുറവോ സാമൂഹിക ദൗർബല്യമോ ജാതീയതയോ ഒന്നുമല്ല. അത് ആത്മീയമായ വേർപാടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. മനുഷ്യന്റെ ഉള്ളിൽ തന്നെ പരിഹരിക്കാനാകാത്ത ഒരു തകർച്ച നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് രക്ഷ സഹായം മാത്രമല്ല, ഒരു പുനർസൃഷ്ടിയാകേണ്ടത്. ഈ അധ്യായം നമ്മെ ഒരു നിർണായക സത്യത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. പാപം മനസ്സിലാക്കിയില്ലെങ്കിൽ കൃപയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. മനുഷ്യന്റെ വീഴ്ച എത്ര ആഴമുള്ളതാണോ ദൈവത്തിന്റെ രക്ഷ അത്ര അത്ഭുതകരമാകുന്നു. അതിനാൽ ഹമാറ്റിയോളജി ഒടുവിൽ മനുഷ്യന്റെ നിരാശയെക്കുറിച്ചുള്ള പഠനമല്ല, ദൈവകൃപയുടെ ആവശ്യകതയെ വെളിപ്പെടുത്തുന്ന ദൈവശാസ്ത്രമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശശികല ടീച്ചറായിരുന്നാലും അനുയായികളായിരുന്നാലും ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ, നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഏക രക്ഷിതാവ് നമ്മുടെ സൃഷ്ടികർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടാൻ തക്കവണ്ണം പാപമോചനം ലഭിച്ച രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.